വെൽക്കം ടു ട്രിക്ക് ആൻഡ് ടോക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള സൂചി ഗോതമ്പിൻ്റെ കുറുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറുക്കുണ്ടാക്കാനുള്ള സൂചി ഗോതമ്പ് നുറുക്കിൻ്റെ പാക്കറ്റാണിത്. ഇത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് 2-3 സ്പൂണ് ഗോതമ്പ് നുറുക്ക് എടുത്തതിന് ശേഷം നന്നായി കഴുകി അരച്ചെടുക്കാനുള്ള വെള്ളത്തിൽ വേണം കുതിർത്ത് വെക്കാനായിട്ട്. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതിയാവും. 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. പണ്ടൊക്കെ കൈ കൊണ്ട് തന്നെ തിരുമ്മി പിഴിഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താൽ മതിയാവും. ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാല് നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പാല് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു അരിപ്പയിൽ എടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ആയാലും തിരുമ്മി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പാല് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പശുവും പാലൊന്നും ചേർക്കുന്നില്ല. ചെറിയ കുട്ടികളാവുമ്പോൾ പശുവും പാൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കഫക്കെട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞ് ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം മതിയാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരത്തിനായിട്ട് ഇവിടെ പനങ്കൽക്കണ്ടമാണ് ഞാൻ ചേർക്കുന്നത്. പനങ്കൽക്കണ്ടം ചേർക്കുമ്പോൾ കഫക്കെട്ട് ഇല്ലാതിരിക്കാൻ നല്ലതാണ്. ഒരു 5-6 പീസ് പനങ്കൽക്കണ്ടം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട് അത് പൊടിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മുമ്പേ തന്നെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ചെറുതീയിലിട്ടിട്ട് വേണം നമ്മളിത് വേവിക്കാനായിട്ട്. കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യ് ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇളം ചൂടോടുകൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം.